എന്തു പറ്റി പ്രഭാവതി? എന്താ മക്കളുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നീയാകെ വല്ലാതിരിക്കുന്നല്ലോ. സർ, എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് എനിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോലി റിസൈൻ ചെയ്തെന്നോ? എന്തിന്? എന്താന്ന് വെച്ചാ വ്യക്തമായിട്ട് പറയേ. എന്താ പ്രഭാവതി, നീ ഒന്ന് തുറന്നു പറ. ഈ ഒരു അവസ്ഥയില് എന്റെ ദുഃഖം നിങ്ങളോട് ഞാനത് എങ്ങനെയാ പറയാ? നീ കരയാതെ മോളെ, നമുക്ക് എന്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. നിനക്ക് എന്താ സംഭവിച്ചത്? ചേച്ചി, എന്റെ ഭർത്താവ് ഒരു മൊഴിക്കൊടിയനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അദ്ദേഹം കർണാടകയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റില് അച്ഛൻ മരിച്ചോ? അച്ഛനെപ്പോഴാ മരിച്ചത്? മക്കളെ നീ വന്നേ. പിള്ളാരോട് ഒന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ഇവരെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അളിയൻ സ്വർഗത്തിൽ പോയ വിവരം അറിഞ്ഞ കുട്ടികൾക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇവർക്ക് അളിയനെ. സർ, ഞങ്ങൾ ഇറങ്ങുക. യാത്ര ചോദിക്കുന്നില്ല. ഇനിയൊരു കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാവില്ല. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ മാത്രമേ തുണയുള്ളൂ. വാ മക്കളെ, നമുക്ക് പോവാം. വാ പ്രഭാവതി, പോകാൻ വരട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ നീ കുട്ടികളുമായിട്ട് അങ്ങോട്ട് പോകണ്ട. അമ്മ എന്താ ഈ പറയുന്നേ? അവര് പിന്നെ എങ്ങോട്ട് പോകുന്ന? പ്രഭാവതിയും മക്കളും ഈ വീട്ടിൽ നിൽക്കട്ടെ. പ്രഭാവതി, നീ നിന്റെ മക്കളെ പോലെ ഞങ്ങളുടെ വിശാലിനെ സ്നേഹിക്കുവോ? അവന് നഷ്ടമായ അവന്റെ അമ്മയുടെ സ്നേഹം നീ കൊടുക്കുവോ? അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടോ അമ്മേ? അമ്മേ, എന്റെ കണ്ണിലെ 2 കൃഷ്ണമണികളായിരിക്കും വിശാലും എന്റെ മക്കളും. ഞാൻ നോക്കിക്കൊള്ളാം വിശാലിനെ, എന്റെ മകനായിട്ട് തന്നെ. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഗോപി എന്തു പറയുന്നു? എല്ലാ അമ്മയുടെ ഇഷ്ടം. എന്റെ മകൻ സന്തോഷത്തോടെ ഇരിക്കണം. എനിക്കത് മാത്രം മതി. അമ്മേ, വിശാൽ മോൻ എവിടെ? അവൻ അവിടെയുണ്ട്. ഒരു വക ആഹാരം പോലും കഴിച്ചിട്ടില്ല. ശോ, വാ മക്കളെ. ചെല്ല്. പ്രാർത്ഥിക്കും മക്കളെ. ഞാൻ ജയിച്ചടി. നീ ഭിത്തിയിൽ തൂങ്ങുകയും ചെയ്തു. അതാണ് പ്രഭാവതി. മനസ്സിലായല്ലോ? വാ മക്കളെ. മോനെ, മോനെ വിശാൽ, മോനെ ഉറങ്ങുമായിരുന്നോ? മോനെന്താ ആഹാരം കഴിക്കാതിരുന്നേ? അമ്മ സന്ധ്യക്ക് വരാന്ന് പറഞ്ഞു പോയതാ. ഇത്രയും ദിവസമായിട്ടും വന്നില്ല. എന്നൊന്ന് ഫോൺ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പിണക്കത്തില്ല. അങ്ങനെയാണോ? മോൻ പിണങ്ങല്ലേ.
കഴിക്കുമോനെ. മോൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. നിങ്ങൾ എന്തിനാ കഴിക്കാതിരിക്കുന്നത്? മോനോടുള്ള ഇഷ്ടം കൊണ്ട്. എന്റെ മക്കളെ പോലെ തന്നെയാ എനിക്ക് വിശാൽ മോനും. എന്നെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഇങ്ങ വന്നേ, വാ. ദേ, എനിക്ക് മോൻ എന്റെ മോനെ പോലെ തന്നെയാ. ദേ നോക്കിയേ, ഇവരെ പോലെ തന്നെയാ ഇനി എനിക്ക് വിശാൽ മോനും. അതായത് ഇനി മുതൽ മോന്റെ അമ്മ തന്നെയാണ് ഞാൻ. എങ്കിൽ ഞാനും കൂടി അമ്മയെന്ന് വിളിച്ചോട്ടെ. മോൻ വിളിച്ചോ, ഇനി മുതൽ അങ്ങനെ വിളിക്കാവോ കേട്ടോ. വിളിച്ചേ അമ്മേ. അങ്ങനെ തന്നെ. ആ, ഇനി നമുക്ക് ആഹാരം കഴിക്കാം. മിടുക്കൻ. ദേ, നല്ലതായിട്ട് കഴിച്ചാലേ വിനയും വിപിനെയും പോലെ വേഗം തടി വെക്കുള്ളൂ. ആരായിരിക്കും ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവച്ചത്? എന്തിനായിരിക്കും ഇത് ഇവിടെ കൊണ്ടുവച്ചത്? ഈ ഫോട്ടോ യാദൃച്ഛികമായിട്ട് എന്റെ മുറിയിൽ വന്നതല്ല. എന്റെ ടേബിളില് വർണ്ണക്കടലാസില് പൊതിഞ്ഞ് ഇത് കൊണ്ടുവെക്കണമെങ്കിൽ ആരോ മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. ആർക്കാ ഇത്ര ധൈര്യം എന്റെ പഴയകാല ഫോട്ടോ കണ്ടെത്തി എന്റെ ചരിത്രം കുത്തിപ്പൊക്കാൻ? ആർക്കാ ഇത്ര ആവേശം? ആരായാലും ശരി, അവനെ ഈ പ്രഭാവതി കണ്ടെത്തിയിരിക്കും. ഒരുപക്ഷെ ഇത് വിശാലിന്റെ പണിയാണെങ്കിലോ അവനോട് തന്നെ ചോദിക്കാം. വിശാൽ. ആ അമ്മേ, അമ്മ ഇരിക്കെ. വേണ്ട, ഞാൻ നിന്നോളാം. എന്തോ അമ്മേ, എന്താ ഒരു ടെൻഷൻ പോലെ? അമ്മയ്ക്ക് അസുഖം വല്ലതുണ്ടോ? മുഖമൊക്കെ എന്താ വിളറിയിരിക്കുന്നത്? ഞാൻ ഡോക്ടറെ വിളിക്കണോ? എനിക്കൊരു കുഴപ്പമില്ല വിശാൽ, നീ ഡോക്ടറെ ഒന്നും വിളിക്കണ്ട. ആ, വിളർച്ച ഈ ചൂടിന്റെയാ. അമ്മയ്ക്ക് എന്തോ ഒരു ടെൻഷനുണ്ട്. എന്തോ മറച്ചു പിടിക്കുന്നുണ്ടല്ലോ. അമ്മയുടെ കയ്യിലെന്താ? കാണിച്ചേ. ഒന്നുമില്ല വിശാൽ. ആ, കാണിച്ചേ, നോക്കട്ടെ. ആഹാ, കൊള്ളാലോ. ഇത് അമ്മയുടെ പഴയ ഫോട്ടോ അല്ലേ? വിപിനും വിനയൊക്കെ ഉണ്ടല്ലോ. ഈ ഫോട്ടോ കണ്ടിട്ടാണോ അമ്മയ്ക്ക് ടെൻഷൻ? എന്താ അമ്മേ കാര്യം? ഏയ്, അത് മോന് തോന്നിയതാ. ഈ ഫോട്ടോ കണ്ടപ്പോ എനിക്കെന്റെ പഴയ കാലം ഓർമ്മ വന്നു. അല്ല, ഈ ഫോട്ടോ ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? അറിയില്ല വിശാൽ. ഈ ഫോട്ടോ എന്റെ മുറിയിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഓ, അതാണോ കാര്യം? അതിന് അമ്മ വെറുതെ ടെൻഷൻ അടിച്ച് അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഈ ഫോട്ടോയെ ഞാനാ അവിടെ കൊണ്ടുവച്ചത്. 16 വർഷം പഴക്കമുള്ള ഈ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടി വിശാൽ? എവിടെ നിന്ന് കിട്ടി? അതോ, ഞാൻ ചില പഴയ ഫയലുകളൊക്കെ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അപ്പൊ എനിക്ക് കിട്ടിയതാ. അമ്മയ്ക്കൊരു സർപ്രൈസ് തരാന്ന് കരുതി. അമ്മ എന്തിനാ വീണ്ടും ഞെട്ടുന്നേ? എന്താ പറ്റിയേ? അത് പിന്നെ വിശാൽ, ഈ ഫോട്ടോ എടുത്ത് അന്നാ വിപിന്റെയും വിനയന്റെയും അച്ഛൻ മരണപ്പെട്ടത്. ആ ആക്സിഡന്റ് ദൃശ്യം എന്റെ മനസ്സിൽ വന്നു. അതാ ഞാൻ തകർന്നു പോയത്. സോറി. അമ്മയുടെ മനസ്സ് വേദനിച്ചെങ്കിൽ ഐ എം റിയലി സോറി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. സാരമില്ല, നിന്റെ ജോലി നടക്കട്ടെ. അവന്റെ നോട്ടത്തിലും സംസാരത്തിലും
ഒരു കുറ്റാന്വേഷകന്റെ ഭാവം. എന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിന്ന ആ പഴയ വിശാലല്ല. ഇപ്പോ അവനിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഡ്രാമ അവൻ ഇനിയും എന്നോട് കാണിച്ചാൽ അവന്റെ ഇനിയുള്ള ജീവിതം ആ ഗായത്രിക്കൊപ്പമായിരിക്കും പരലോകത്തിൽ. നീ വന്നോ? നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്താ കാര്യം? ഒന്നുമില്ല, നിന്റെ ഫോണിങ്ങെടുത്ത് എനിക്കൊരാളെ വിളിക്കണം. ഓ, അതിനായിരുന്നോ? ഞാൻ കരുതി എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും എന്നെ കാണാൻ വരുന്നെന്ന്. നിന്ന് ചിണുങ്ങാതാ ഫോണിങ്ങി തന്നെ. നീ സംസാരിച്ച് ഫോണിന്റെ ചാർജും തീർക്കും, ബാറ്ററിയും വീക്കാക്കും. നീ പെണങ്ങല്ലേ സുരഭി? നീ എനിക്ക് വേണ്ടി ഒരു സഹായം കൂടി ചെയ്യണം. ചെയ്തിട്ടെന്തിനാ? എനിക്കെന്താ അതുകൊണ്ട് ഗുണം? എന്റെ ഫോൺ വേഗം ചീത്തയാവും, അത്ര തന്നെ. നീ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? അങ്ങോട്ട് മാറിയിക്ക്. അമ്മ വരുന്നുണ്ടോ നോക്ക്. ഒളിഞ്ഞു കേൾക്കാനാണോ നിന്റെ പ്ലാൻ? പിന്നെ അതല്ല എന്റെ പണി. നിനക്ക് എന്റെ ഫോണും തരണം, അത് റീചാർജും ചെയ്യണം, പോരാത്തതിന് നിനക്ക് കാവല് നിൽക്കണം. എന്റെ പൊന്ന് സുരഭി, നീ ഇങ്ങനെ പെണങ്ങല്ലേ. പോയി അമ്മ വരുന്നുണ്ടോ നോക്ക്. ഒന്ന് വിപിൻ സാറിനെ വിളിച്ചോട്ടെ. ശരി. ഹലോ, പറഞ്ഞോ. ഹലോ വിപിൻ സാർ, ഞാൻ പല്ലവിയാ. കുറച്ചുനാൾ ഇവളുടെ ശല്യം ഇല്ലായിരുന്നു, വീണ്ടും തുടങ്ങിയോ? എന്താ സാർ ഒരു മൗനം? എന്റെ കോള് വരാൻ പ്രതീക്ഷിച്ചിരുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ അതെ, ഞാൻ നിന്റെ ഫോൺ കോളിനായി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അത് നിനക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലായി? അപ്പൊ ഞാൻ കൃത്യസമയത്ത് തന്നെയല്ലേ വിപിൻ സാറിനെ വിളിച്ചത്? പല്ലവി, എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറയൂ. ഞാൻ അർജന്റായിട്ട് ഒരു വഴിക്ക് പോകാൻ നിൽക്കുക. എങ്കിൽ പറയാം, ഒരു സന്തോഷ വാർത്തയുണ്ട്. നീ ആദ്യം ന്യൂസ് പറയേ. അത് ഗുഡാണോ ബാഡാണോന്ന് ഞാൻ പിന്നെ പറയാം. അല്ലെങ്കിലും വിപിൻ സാർ എപ്പോഴും ഇങ്ങനെയാ. ഞാൻ പറയാൻ പോകുന്ന വാർത്ത എന്താന്ന് വിപിൻ സാറിന് ഊഹിക്കാവോ? എനിക്കറിയില്ല, നീ തന്നെ പറഞ്ഞു തുലയ്ക്ക്. എന്നാ ഞാൻ തന്നെ പറയാം. വിപിൻ സാർ ഞെട്ടരുത്. ഞെട്ടില്ല, പറയേ. 2-3 ദിവസത്തിനകം ഞാൻ വിപിൻ സാറിന്റെ അടുത്ത് വരും, അതും ഒറ്റയ്ക്ക്. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്ന? അതിന് വിപിൻ സാർ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ല, ആര് പറഞ്ഞു ഞാൻ ടെൻഷൻ അടിച്ചെന്ന്? നീ വരുന്നതിൽ സന്തോഷേ ഉള്ളൂ. പക്ഷേ നീ ഒറ്റയ്ക്ക് വരുന്നതിൽ കുറച്ച് ടെൻഷൻ അടിച്ചു, അത്രേ ഉള്ളൂ. വിപിൻ സാർ പറയുന്നത് കള്ളോ? സാറിന്റെ ശബ്ദം അങ്ങനെ അല്ലായിരുന്നല്ലോ. നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ തിരുത്തുന്നില്ല. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്ന? ഉദീനൊരമ്മയുടെ ഉത്സവം ക്ഷണിക്കാനാ ഞാൻ വരുന്നത്. ആറാട്ടിന് എല്ലാരും ഇവിടെ വരണമെന്നാ മുത്തശ്ശൻ പറഞ്ഞത്. ഉത്സവം ക്ഷണിക്കാൻ നീ എന്തിനാ പല്ലവി വരുന്നത്? മുതിർന്നവരാരെങ്കിലും അല്ലേ വരേണ്ടത്? മുത്തശ്ശന് വയ്യാണ്ടിരിക്കല്ലേ, പിന്നെ അമ്മ എങ്ങനെ ഇത്ര ദൂരം വരുന്നത്? അതുകൊണ്ടാ ഞാൻ വരുന്നത്. വിപിൻ സാറിനെ ഒറ്റയ്ക്ക് കാണാനുള്ള അവസരം പാഴാക്കാൻ പാടില്ലല്ലോ. എന്തായാലും നീ വാ. ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയോ ടാക്സിയോ പിടിച്ച് വീട്ടിലോട്ട് വാ. അതൊരു മര്യാദയാണോ വിപിൻ സാറേ? ഞാൻ ഒറ്റയ്ക്ക് വരുമല്ലേ, എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കൂടെ? അത്രയ്ക്ക് തിരക്കാണോ വിപിൻ സാറിന്? പറ്റില്ല പറ്റില്ല പറ്റില്ല, എന്നെ വിളിക്കാൻ വരണം. ബഹളം വെക്കണ്ട, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ഞാൻ വരുമ്പോ വീട്ടിലെല്ലാരും ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ, നിന്നെ പിക്ക് ചെയ്യാൻ അവരെല്ലാരും ഞാൻ കൂട്ടിക്കൊണ്ട് വരണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ എന്നെ വിളിക്കാൻ വരുമ്പോ സിനിമയിലൊക്കെ കാണുന്ന പോലെ പൂച്ചെണ്ടൊക്കെ ഉണ്ടാവുമോ? പിന്നെ നിന്നെ പിക്ക് ചെയ്യാൻ ഞാൻ ബൊക്കെ ആയിട്ട് വരാം. ഫോൺ വയ്ക്കും പല്ലവി. ഓക്കെ, എന്നാ ഞാനിനി വിപിൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി നമുക്ക് നേരിട്ട് കാണാം.
ഇവളിവിടെ വന്ന് എന്ത് ഭൂകമ്പാണെന്ന് ഉണ്ടാക്കാൻ പോകുന്ന ദൈവത്തിനറിയാം. ഓ, നീ എനിക്കൊരു ഹെഡേക്കാണ് പാർവതി. നീ കാരണം എനിക്ക് വിശാലിനെ വളയ്ക്കാൻ പറ്റുന്നില്ല. നീ എന്റെ കൺമുമ്പിൽ കിടന്ന് വിശാലുമായിട്ട് റൊമാൻസ് കളിക്കുന്നു. ഭിത്തിയിൽ ആണിയടിച്ചുകൊണ്ടുള്ള നിന്റെ റൊമാൻസ് എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. അന്നേരെ ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ, നിനക്ക് ആണിയിലൊരു പണി തരണമെന്ന്. നിന്നെ ഇവിടുന്ന് തുരത്താതെ എനിക്ക് വിശാലമായിട്ട് അടുക്കാൻ കഴിയില്ല. അതെനിക്കറിയാം. ഈ ആണി നിനക്കും വിശാലിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് പഞ്ചറാക്കും. നീ നോക്കിക്കോ, ഒരിക്കലും ഒട്ടിക്കാൻ പറ്റാത്ത പഞ്ചർ. കണ്ട് ഷോക്കാവുന്നേ? ഇയാളൊരു അന്ധനല്ലേ? ആവശ്യമില്ലാതെ പേടിച്ച്. അതെ, നിങ്ങളെന്താ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്നേ? ജാസ്മിൻ മേഡമാണോ? നിങ്ങൾക്ക് ആ റൂമിലെങ്ങാനും പോയി ഇരിക്കാൻ പാടില്ലേ? എല്ലായിടത്തും വലിഞ്ഞേറി വന്നോളും നാശം. പാർവതി മോള് ഇവിടെ പൂജയുണ്ടെന്ന് പറഞ്ഞു. ആരതി ഒഴിയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്. ഓ, ചന്ദ്രൻ സാറിന്റെ തള്ളിനൊരു കുറവുമില്ല. നല്ല ഭേഷായി ശാപ്പഴടിക്കാൻ വന്നിട്ട് പറയുക പൂജയ്ക്ക് വന്നതാണെന്ന്. എവിടെ ആരതി ഉണ്ടോ അവിടെ അന്നദാനം കിട്ടും. അതാർക്കും അറിയാൻ പാടില്ലാത്ത. എന്നിട്ട് ഒരു ഗീർവാണം. പ്രതാപന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇക്കാര്യത്തില്. ആരതി മാത്രമേ ഉള്ളൂ? ഇനി വെടിവഴിപാടോ കുത്തിയോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇയാൾക്കേ ഞാനൊരു ഫ്രീ അഡ്വൈസ് തരാം. നിങ്ങൾ ആരതി എടുത്ത് അന്തം വിട്ട് പ്രാർത്ഥിച്ചോണം, അടുത്ത ജന്മത്തിലെങ്കിലും കാഴ്ച കിട്ടാൻ. ഈ സമയത്ത് പ്രാർത്ഥിച്ച ഫലിക്കും, അതാ ശാസ്ത്രം. ദൈവകോപം കിട്ടുന്ന പ്രവൃത്തിയാ സുശീല നീ കാണിച്ചത്. കണ്ണു കാണാൻ വയ്യാത്ത ഈ പാവം മനുഷ്യനെ ഇങ്ങനെ പരിഹസിക്കരുത്. അതിനുള്ള ഭവിഷ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ നീ അറിഞ്ഞോളൂ. ഈ ആള് സുശീല എങ്ങനെ പരിഹസിച്ചെന്ന് രാധിക പറയുന്നേ? ഇങ്ങേർക്ക് നല്ല അഡ്വൈസ് അല്ലേ സുശീല കൊടുത്തത്? ആരതി എടുത്ത് പ്രാർത്ഥിച്ച് അടുത്ത ജന്മത്തില് കാഴ്ച കിട്ടാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കുറ്റം പറയാൻ നോക്കുന്നവരുടെ കണ്ണിൽ എപ്പോഴും കുറ്റം മാത്രമേ കാണൂ. അത് രാധിക ആദ്യം മനസ്സിലാക്കണം. എന്താ ഇവിടെ ഒരു ബഹളം? പാർവതി പൂജ ചെയ്യുന്ന കണ്ടില്ലേ? ഈ സമയത്തെങ്കിലും എല്ലാവർക്കും ഒന്ന് ശാന്തരായി നിന്നൂടെ?
പാർവതി, നീ ഈ വീട്ടിലെ മരുമോളായിട്ട് വന്നേ പിന്നെയാ ഈ വീടൊരു കോവിലായിട്ട് മാറിയത്. ഈ വീട്ടിലെ ഇരുട്ടെല്ലാം മാറ്റി വെളിച്ചം കൊണ്ടുവന്നത് നീ തന്നെയാ. ഇവിടെയുള്ളവരെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണവും നിന്റെ പ്രാർത്ഥനകളുടെ ശക്തി തന്നെയാ മോളെ. അതെല്ലാം ഇല്ലാതാക്കാനാ ഇവിടെ ചിലരുടെ ശ്രമം.